ഇച്ചിരി സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നല്ലോ, വളമിട്ടപ്പം ചവറൊക്കെ വെച്ചപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ. പക്ഷേ ഒരാഴ്ച മുമ്പ് അതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ലൊരു പഴുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ വളമിട്ട് കൊടുത്തതിൻ്റെ ആയിരിക്കും, കുഴപ്പമില്ല, മഴ പെയ്യുമ്പോൾ ശരിയാവുന്നു. പക്ഷേ ഇന്നലെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇഞ്ചി നട്ടിടത്ത് ഇഞ്ചി നട്ടതിൻ്റെ ഒരടയാളം പോലുമില്ല, മൊത്തം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ വളമിട്ട് കൊടുത്തതിൻ്റെ കുഴപ്പമായിരിക്കുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് രാമേട്ടൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് നോക്കിപ്പോലോ. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ രാമേട്ടൻ ഇഞ്ചിയുടെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ. ആ ഇഞ്ചി നട്ടത് കാണാൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് വളമിട്ടതിൻ്റെ തന്നെ ആ രാമേട്ടനും ഞാനിട്ട ദിവസം തന്നെ വളമിട്ടത് ഒരേ വളമാണ്. പക്ഷേ അതേ വളം തന്നെയാണ് മഞ്ഞളിനിട്ടത്. അതിന് യാതൊരു കുഴപ്പമില്ല, മഞ്ഞൾ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതെന്നാ പറ്റിയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ചേച്ചിയോടൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടി ഇഞ്ചിക്ക് ഇപ്രാവശ്യം എല്ലായിടത്തും കേടാണ്, മൊത്തം ഇഞ്ചി കൃഷി ചെയ്യുന്നവരെല്ലാം പറയുന്നുണ്ട് മൊത്തം ഇഞ്ചി പഴുത്തു പോവുകയാണെന്ന് കേട്ടോ. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ ഈ ചെറിയ കൃഷി ചെയ്തപ്പോൾ ഇത്രയും സങ്കടമാണെങ്കിൽ എല്ലാ വർഷവും ഇഞ്ചി കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ കർഷകരുണ്ട് അല്ലേ. അവരുടെ സങ്കടം ഓർത്തപ്പോൾ ഇത് നിസ്സാരമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയാണിത് കേട്ടോ. കപ്പയെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ കാടൊക്കെ ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും വള്ളികളൊക്കെ പടർന്ന് വരുന്നുണ്ട്. അത് ക്രമേണ പറിച്ചു കൊടുക്കണം. ഇത് കുറച്ച് കൂവയാണ് കേട്ടോ. ഇത് നട്ടതല്ല, മണ്ണ് കൊണ്ടിട്ടപ്പോൾ അവിടെ കിളുത്ത് വന്നാൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇഞ്ചിയുടെ കണ്ടത്തിലും ഇപ്പോൾ കൂവയാണ് കയറി നിൽക്കുന്നത്. കുഴപ്പമില്ല, കപ്പയൊക്കെ ഉഷാറായിട്ടുണ്ട്. ഇഞ്ചി പോലെ ഇച്ചിരി വിഷമമുണ്ടെങ്കിലും ബാക്കിയെല്ലാം കുഴപ്പമില്ല നിൽക്കുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അവിടെ ഇഞ്ചിക്ക് ഇങ്ങനെ കേടുണ്ടോ പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചി പോയത് പോട്ടെ, നാളെ വന്നിതൊന്ന് കിളച്ച് നോക്കാം. എന്തെങ്കിലും കിട്ടിയാലായി, ഇല്ലെങ്കിൽ സാരമില്ല, മഞ്ഞൾ കൊണ്ട് തൃപ്തിപ്പെടാം.